പാലിയക്കരയിലേക്ക് പോവുകയാണ്. അവിടെ ടോൾ പ്ലാസയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുകയാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ. പ്രധാന റോഡിലാണ് പ്രതിഷേധം നടക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. അവിടെ നിന്ന് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയില്ല. വീണ്ടും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോഴായിരിക്കണം ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. അപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുന്നില്ല. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം നേരത്തെ ഉയർത്തിയതായിരുന്നു. പിന്നാലെയാണ് ഇന്നിപ്പോൾ നേരിട്ട് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി പ്രതിഷേധം കാഴ്ചവെക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ഒഴിഞ്ഞു മാറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ അവിടെ നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പാലിയേക്കരയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ബാരിക്കേഡൊക്കെ മറികടന്ന് പ്രതിഷേധക്കാർ പോലീസിന്റെ അരികിലേക്ക് എത്തിയിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. MS ലിഷോയ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, ജലപീരങ്കി ഉപയോഗിച്ചിട്ടും ഈ പ്രവർത്തകർ അവിടെ നിന്ന് മാറാതെ പ്രതിഷേധിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധക്കാർ പോലീസിന്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെപ്പോഴാണ് ഈ ഒരു പ്രതിഷേധം തുടങ്ങിയത്? അല്പസമയം മുമ്പാണ് പ്രതിഷേധം തുടങ്ങിയത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ വടക്കഞ്ചേരി ഭാഗം മുതൽ അതിനോടൊപ്പം തന്നെ അങ്കമാലി വരെയുള്ള ദേശീയപാതയുടെ പല ഭാഗങ്ങളിലും ഇതിന്റെ ജോലികൾ നടക്കുകയാണ്, മേൽപ്പാലം പണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും യാത്രക്കാരുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. കാരണം ടോൾ നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ പോലും വളരെ മോശമായ റോഡിലൂടെ ആണ് സഞ്ചരിക്കേണ്ടി വരുന്നത്. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏകദേശം 200ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അങ്ങോട്ടേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം പോലീസിന്റെ ബാരിക്കേഡ് തല്ലിമറിച്ചിടാനായി ശ്രമിച്ചു. ഈ ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ സ്ഥാപിച്ചിരുന്നതാണ്. ടോൾ പ്ലാസയിലേക്ക് കടക്കാതിരിക്കുന്നതിന് പോലീസ് സ്ഥാപിച്ചതാണ്. പക്ഷേ ഇത് സ്ഥാപിച്ചത് മറികടക്കാനായുള്ള ശ്രമം നടത്തി. പിന്നീട് പോലീസ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഏകദേശം 5 മിനിറ്റിലധികം ആദ്യ റൗണ്ടിൽ തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഈ ബാരിക്കേഡുകൾ മറച്ചിടാനുള്ള ശ്രമം ഇപ്പോൾ ഒരു ഭാഗത്ത് വെച്ചിരുന്ന ബാരിക്കേഡുകൾ പൂർണ്ണമായും പ്രവർത്തകർ മറച്ചിടുകയും ചെയ്തു. പക്ഷേ പോലീസ് സംയമനം പാലിക്കുകയാണ്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ടോൾ പിരിവിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോഴും ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ നടക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകർ മറച്ചിട്ട ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ ടോൾ പിരിവ് നിർത്തിവെക്കും വരെ ഈ പ്രതിഷേധം തുടരും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന ഒരു നിലപാട്. പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും MLA ഉൾപ്പെടെ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ചാലക്കുടി മുരിങ്ങൂർ ഭാഗത്ത് ഏകദേശം കാറിന് മാത്രം 100 രൂപയോളം ടോൾ നൽകേണ്ടി വരുന്ന ഒരു ഭാഗത്തേക്ക് കടക്കാൻ. പക്ഷെ എന്നിട്ടും യാതൊരു വിധത്തിലും ഈ ടോൾ കൊടുത്ത് വാഹനങ്ങളിൽ പോകുന്ന യാത്രക്കാർക്ക് ഒരു വിധത്തിലുള്ള ടോൾ പ്ലാസ അധികൃതർ നൽകേണ്ട ഒരു വിധത്തിലുള്ള അവകാശങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ്. സാമാന്യം ഭേദപ്പെട്ട റോഡെങ്കിലും പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണുന്നത്. റോഡുകളുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു, പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ ടോൾ പിരിവ് നിർത്തിവെക്കുമെന്നുള്ള തീരുമാനമുണ്ടാകാതെ പിന്തിരിഞ്ഞു പോകില്ലെന്നുള്ള നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. രാജ്യത്ത് ഈ ടോൾ പിരിവിൽ ജൂലൈ 2 മുതൽ പുതിയ നയം വരെ വരികയാണെന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു.